സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 12 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 5, ഷോർട്ട് ലിസ്റ്റ് 5 ഉൾപ്പെടെ 10 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അറിയിപ്പ് 1, ഇൻ്റർവ്യൂ അറിയിപ്പ് 1. ആദ്യം ഷോർട്ട് ലിസ്റ്റ്. ആലപ്പുഴ ജില്ലയിലേക്ക് NCC, സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ്, എക്സ് സർവീസ്മെൻ ഉള്ളി, ഫസ്റ്റ് NCA, SIUC നാടാർ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 245/2022. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 517/2022. ആൻഡ് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, ഫസ്റ്റ് NCA, ഹിന്ദു നാടാർ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 613/2022. മോട്ടോർ വാഹന വകുപ്പിലെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, കാറ്റഗറി നമ്പർ 517/2022, ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ്, 613/2022, NCA, ഹിന്ദു നാടാർ വിഭാഗക്കാർക്കായി എന്നീ തസ്തികകളുടെ ഫെബ്രുവരി മാസത്തെ ഇൻ്റർവ്യൂ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 325 ഉദ്യോഗാർത്ഥികൾക്കുള്ള ഇൻ്റർവ്യൂ 7/2/2024, 8/2/2024, 9/2/2024, 14/2/2024, 15/2, 16/2/2024 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നതിന് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റ്, ഓൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ബയോഡാറ്റ ഫോം, ഒറിജിനൽ ID കാർഡ്, ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ്, ലേറ്റസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പർട്ടിക്കുലേഴ്സ് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യണം എന്നിവ സഹിതം കൃത്യസമയത്ത് തന്നെ വെരിഫിക്കേഷനും ഇൻ്റർവ്യൂവിനും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. നിശ്ചിത സമയത്തിന് ശേഷം എത്തുന്ന ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂവിന് പങ്കെടുപ്പിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ടിക്കറ്റുകൾ 23/1/2024 മുതൽ പ്രൊഫൈലിൽ ലഭ്യമാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് NCC, സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ്, എക്സ് സർവീസ്മെൻ ഉള്ളി, ഫസ്റ്റ് NCA, SCCC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 246/2022. അടുത്ത ഷോർട്ട് ലിസ്റ്റ് മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ അറബിക്, 10th NCA, SC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 17/2023. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ അഗതതന്ത്ര വിധി ആയുർവേദ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC ആൻഡ് ST, കാറ്റഗറി നമ്പർ 451/2022. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. തൃശ്ശൂർ ജില്ലയിലേക്ക് NCC, സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, എക്സ് സർവീസ്മെൻ ഉള്ളി, ഫസ്റ്റ് NCA, SCCC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 246/2022. അടുത്തതൊരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അറിയിപ്പാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലെക്ചറർ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഗവൺമെൻറ് പോളിടെക്നിക്സ്, കാറ്റഗറി നമ്പർ 666/2022. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ലെക്ചറർ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഗവൺമെൻറ് പോളിടെക്നിക്സ്, കാറ്റഗറി നമ്പർ 666/2022 എന്ന തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ന്യൂനത പരിഹരിക്കേണ്ട ഉദ്യോഗാർത്ഥികൾക്കായുള്ള ഒറ്റത്തവണ പ്രമാണ പരിശോധന 30/1/2024 രാവിലെ 10:30 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ GR7 സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464441. അടുത്ത ഷോർട്ട് ലിസ്റ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഡയറിങ്, കാറ്റഗറി നമ്പർ 48/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 57 ലിസ്റ്റിലാകെ 57 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്, LPS, 4th NCA, SC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 811/2022. അടുത്ത റാങ്ക് ലിസ്റ്റ് കോഴിക്കോട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്, LPS, 4th NCA, ST വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 640/2022.
അടുത്ത റാങ്ക് ലിസ്റ്റ് കോഴിക്കോട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രീ പ്രൈമറി സ്കൂൾ കാറ്റഗറി നമ്പർ 751/2021. അടുത്ത റാങ്ക് ലിസ്റ്റ് വയനാട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS സെക്കൻഡ് NCA ഈഴവ തീയ ബില്ലവ എന്നീ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 293/2022. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് പരിചയപ്പെടാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിസർച്ച് ഓഫീസർ, ഹെഡ് ഓഫീസിൽ നിന്നും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ഗ്രേഡ് സെക്കൻഡ്, കാസർഗോഡ് ജില്ലയിലേക്ക് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ്, കാസർഗോഡ് ജില്ലയിലേക്ക് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്, കാസർഗോഡ് ജില്ലയിലേക്ക് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, ഹെഡ് ഓഫീസിൽ നിന്നും ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ IM കേരള ലിമിറ്റഡിലേക്ക് ഇലക്ട്രീഷ്യൻ, കൊല്ലം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് മുനിസിപ്പൽ കോമൺ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്, മലപ്പുറം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് LDV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LDV. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.